സംസ്ഥാനത്ത് അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലും തുടരുകയാണ്. കോഴിക്കോട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തേക്കാൾ സ്ഥിതി ഇപ്പോൾ വഷളായി മാറുകയാണ്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക പുഴകളും ജില്ലയിലെ നിറകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഞാനുള്ളത് കോഴിക്കോട് ആരാമ്പ്ര എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഈ ഭാഗത്ത് പുനൂർ പുഴ നിറകവിഞ്ഞ് ഒഴുകിയതോടുകൂടി തന്നെ തൊട്ടടുത്തുള്ള വീടുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ആൾക്കാർ ഇപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇടയായിരിക്കുകയാണ്. ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ മാറി താമസിക്കുകയാണ്. പല വീടുകൾക്കും പുറമെ തന്നെ തൊട്ടടുത്തുള്ള പുരയിടങ്ങൾ, കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിന്റെ അടിയിലായിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ ആഴം ഉണ്ട് എന്നുള്ളതാണ്. അതായത് വെള്ളം അത്രത്തോളം നിറകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലയിൽ തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ ജനങ്ങൾ എന്തായാലും വളരെയധികം ജാഗ്രത പാലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പൂനൂർ പുഴ മുൻപത്തേക്കാൾ ഇപ്പോൾ നിറകവിഞ്ഞ് ഒഴുകുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ തന്നെ ചാലിപ്പുഴയൊക്കെ നിറകവിഞ്ഞ് ഒഴുകിയ ഒരു സാഹചര്യം മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയോര മേഖലകളിലാണ് ശക്തമായ മഴ തുടർന്നത്. ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ടൌൺ അടക്കമുള്ള മേഖലകൾ ഇന്നും വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ മഴ എത്രത്തോളം ഇനി തുടർച്ചയായിട്ട് പെയ്യും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, ഇപ്പോ മുൻപൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ ഈ ഭാഗത്ത്? അതിന് മുൻപ് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്നായിട്ട് വെള്ളം കയറിയിട്ട് ഒന്നായിട്ട് വീടുകളൊക്കെ വെള്ളത്തിലെ ഒരു സമയം ഉണ്ടായിരുന്നു മുമ്പത്തെ പ്രളയത്തിൽ. ഇപ്പൊ ഇങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരുന്നു. ഓരോരോ മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കയറി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മളെ പൂനൂർ പുഴയാണിത്. ഇപ്പോ 2018 അപേക്ഷിച്ച് വെള്ളം കൂടുതലാണോ? അപേക്ഷിച്ചിട്ട് വെള്ളം അത്ര കയറിയില്ല. 2018 കയറിയ അത്ര പ്രാവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇനി മഴന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ മഴ നമ്മളെ പൂനൂർ ഭാഗത്തൊക്കെ പെയ്യുകയാണെങ്കിൽ, കോളിക്കൽ പൂനൂർ ഭാഗത്തൊക്കെ പെയ്യുകയാണെങ്കിൽ ഇവിടെ വീണ്ടും വെള്ളം കയറി വരാനാണ് സാധ്യത. അതാണ് ഇന്നലെ പൂലോട് ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി ആൾക്കാർ താമസിക്കുന്നുണ്ട്. നിലവിൽ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ? മടവൂർ പഞ്ചായത്തിന്റെ 12, 13, 14, 15, 18 വാർഡുകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളം വീടുകളിലൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്നതുകൊണ്ട് വലിയ പ്രയാസമല്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇനി ദുരിതാശ്വാസ ക്യാമ്പുകൾ വെക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ? തുറക്കേണ്ടി വരും. വെള്ളം കോവിഡാണ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ മാറി താമസിച്ചിട്ടുണ്ടല്ലേ? നേരത്തെ നമ്മൾ അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കണമെന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ വടവൂർ പഞ്ചായത്തിലെ 5ഓളം വാർഡുകളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനാണ് പ്രസിഡന്റിനൊക്കെ പറഞ്ഞത്. ഈ ഭാഗത്ത് ആശാ പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങളിലാണ്. ഇപ്പോൾ എലിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഗുളികൾ നൽകാനാണോ എത്തിയത്? അതെ, ഗുളികകള് ഓരോ 2 വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ആളുകൾ ഒക്കെ കഴിക്കണം. അല്ലെങ്കിൽ എലിപ്പനിയോ മറ്റ് പനികളോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയത്ത് ജലജന്യ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. എത്രത്തോളം വീടുകളിൽ എത്തി ഇപ്പോ? ഇന്നാണോ തുടങ്ങിയത്? എലിപ്പനീന്റെ ഗുളിക ഞങ്ങൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. കൃഷിപ്പണിക്കാർക്കും പശുവിനെ വളർത്തുന്നവർക്കും അങ്ങനെ തെങ്ങ് കയറ്റക്കാർക്കും പിന്നെ തൊടിയിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് മൊത്തം കൊടുക്കുന്നുണ്ട്. കാരണം ഭക്ഷണ സാധനങ്ങൾ പുറമേക്ക് ഇട്ടിട്ടാണല്ലോ ഈ തൊടിയിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായിട്ടും വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഡോക്സിസൈക്ലിൻ നിർബന്ധമായിട്ടും കഴിക്കണം. എന്തായാലും കോഴിക്കോട് ഈ ഒരു പ്രളയ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തെ മുൻപത്തേക്കാൾ ഉപരിയായി മുൻപും ആ സാഹചര്യങ്ങൾ അവർ അതിജീവിച്ചിട്ടുണ്ട്. അതിനെ സമാനമായ രീതിയിൽ തന്നെയാണ് ഒത്തൊരുമയോടുകൂടി ഇപ്പോൾ അതിജീവിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാ മനുഷ്യന്മാരും ഒത്തൊരുമിച്ച് ഇപ്പോൾ ഈ രംഗത്തുണ്ട്. പ്രത്യേകിച്ചും വെള്ളം കയറിയ ഒരു പശ്ചാത്തലം, അങ്ങനെയുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഈ ജനതയ്ക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മടവൂർ പഞ്ചായത്തിലാണ്. ഇവിടെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ആയാലും നേരത്തെ തന്നെ ആളുകൾക്ക് ഈ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. ഇനി അതിതീവ്രമായ മഴ ജില്ലയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാക്കപ്പിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.